രാവിലെ ലീജൻ ഓഫീസിൽ തന്റെ ഫേസ് ഹൈഡ് ചെയ്ത് ഒരു മൂലയിലിരിക്കുകയാണ്. കൂടെ ക്യുവാനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ നൈറ്റ് എൻ്റെ ക്രഷിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. രാവിലെ സൈഡ് ടേബിളിൽ 500 യുവാൻ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ക്യുവാൻ ചിരിക്കുന്നുണ്ട്. മിക്കവാറും നീ ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്നാലും വെറും 500 യുവാന് നിന്റെ ബോഡി നീ സെല്ല് ചെയ്തല്ലോ എന്ന് ചോദിച്ച് ക്യുവാൻ അവനെ കളിയാക്കുന്നുണ്ട്. നിന്റെ ഇൻസോമിയുടെ കാര്യം ഞാനും എല്ലാവരോടും പറയുമെന്ന് ലീജനും പറയുന്നു. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ലീജന്റെ സ്കാൻഡിൽ, അതും 500 യുവാനെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഈ ഫ്രണ്ട്ലി ഫൈറ്റ് യാവു ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ സ്മൈൽ ചെയ്യുന്നു. ക്യുവാനെ പോലുള്ള ഒരു റൂഡ് പേഴ്സൺ ഇത്രയും ഫ്രണ്ട്ലിയായി ബിഹേവ് ചെയ്യുന്ന കണ്ട് അവൾ സർപ്രൈസ് ആകുന്നുണ്ട് സത്യത്തിൽ. നെക്സ്റ്റ് സീനിൽ വീടാണ് കാണിക്കുന്നത്. ക്യുവാൻ കുറെ നേരമായിട്ടും വാഷ്റൂമിൽ ഇരിക്കുകയാണ്. യാവു ആവട്ടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അരമണിക്കൂറായി ബോസ് വാഷ്റൂമിൽ ഇരിക്കുകയാണ്. ഇതിൽ എന്തോ സസ്പീഷ്യസ് ഉണ്ട്. മിക്കവാറും ബോസിന് കോൺസ്റ്റിപ്പേഷന്റെ എന്തെങ്കിലും ഓൾഡ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ ക്യുവാൻ ആകട്ടെ ഇവിടെ വാഷ്റൂമിൽ വെറുതെ ഇരിക്കുകയാണ്. അവനിത് ചെയ്യാൻ കാരണം ലീജിന്റെ അഡ്വൈസ് ആണ്. ലീജിൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്ക് വാഷ്റൂമിൽ കുറെ നേരം ഇരുന്നാൽ ഉറക്കം വരുന്ന. സോ ക്യുവാൻ ആ മെത്തേഡ് ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ കുറെ നേരം ഇരുന്നിട്ടും അവൻ ഉറക്കം വരുന്നില്ല. 40 മിനിറ്റ്സ് കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് അവൻ റൂമിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അവന് റിയൽ ആയിട്ടും വാഷ്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്. അവൻ വന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റ് സീറ്റ് പുതിയതാണ്. അവൻ വിചാരിക്കുന്നത് യാവു തന്നെ ബുള്ളി ചെയ്യാണെന്നാണ്. ക്യുവാൻ വെളിയിലേക്ക് വരുമ്പോൾ നീ എന്തായി ചെയ്തിരിക്കുന്നതെന്ന് യാവിനോട് ചോദിക്കുന്നുണ്ട്. ബോസ് ഒരുപാട് നേരം വാഷ്റൂമിൽ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ സീറ്റ് ബെറ്റർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്ലഫി ടോയ്ലറ്റ് സീറ്റ് ഇട്ടേന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവന് കോൺസ്റ്റിപ്പേഷനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്, ഒരു എഫിഷ്യൻ്റായ അസിസ്റ്റന്റിനെ പോലെ. ഇതെല്ലാം കണ്ട് അവൻ ഒരുപാട് ദേഷ്യം വരുന്നു. നീ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇത്ര ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ നീ എനിക്ക് ഫൈൻ തരേണ്ടി വരും, നിന്റെ സാലറി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നു. പക്ഷെ യാവു ആകട്ടെ അത്ര ഈസിയായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ രാത്രി മുഴുവൻ ഇരുന്ന് ഒരു കേസിന് സ്റ്റഡി ചെയ്യുന്നു. അവൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അവൾ സത്യത്തിൽ ക്യുവാനെ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം അവൻ്റെ റൂമിലെ ലൈറ്റ് ഓൺ ആയിരുന്നു. സോ തൻ്റെ ബോസിന് എന്തെങ്കിലും ഡാർക്ക് സീക്രട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും എന്ന ഉദ്ദേശത്തിലാണ് അവൾ ഇരിക്കുന്നത്. ലേറ്റ് നൈറ്റ് ആകുമ്പോൾ ക്യുവാൻ വെളിയിലേക്ക് പോകുന്നു. അവൻ്റെ പിറകെ അവൻ്റെ സീക്രട്ട് കണ്ടെത്താൻ യാവും പോകുന്നുണ്ട്. പക്ഷെ അവൾ ഇങ്ങനെ പുറകെ വരുന്ന കാര്യം ക്യുവാൻ അറിയുന്നു. അവൻ ജോഗിങ് ചെയ്യുന്നുണ്ട്, അവൾ അവൻ്റെ പിറകെയും. അങ്ങനെ അവൻ്റെ പിറകെ ഓടി യാവു ഒരുപാട് ദൂരം വരെ വരുന്നുണ്ട്. അവൾ ആകെ ടയേർഡാകുന്നു. സീക്രട്ട് ഒന്നും കണ്ടെത്തുന്നുമില്ല. ലാസ്റ്റ് ഓടി ഓടി ഇനി ഒരു സ്റ്റെപ്പ് പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ശ്വാസം കിട്ടാൻ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മുന്നിൽ ക്യുവാൻ വരുന്നു. നീ എന്നെ ഫോളോ ചെയ്യായിരുന്നോ? വീട്ടിൽ പോകാൻ അവൻ പറയുമ്പോൾ ഞാൻ ഫോളോ ചെയ്യല്ലായിരുന്നു, താങ്കളെ പോലെ ഫിസിക്കലി ഫിറ്റ് ആകാൻ എനിക്കും ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുന്നു. അവൾ പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളോട് എൻ്റെ ടോയ്ലറ്റ് ട്രാക്കിങ്ങും പ്രൈവസിയിൽ ഇൻവൈഡ് ചെയ്യുന്ന സ്വഭാവമെല്ലാം നീ നിർത്തണം. നീ ജുൻഹെങ് ഫേമിലെ ലോയറാണ്. നിന്റെ ടൈം ഇതുപോലുള്ള കാര്യങ്ങളിൽ വേസ്റ്റ് ആക്കാൻ ഉള്ളില്ലെന്ന് അവൻ പറയുന്നു. അവൾക്ക് ഒരു കേസ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ലാസ്റ്റ് അവൻ സമ്മതിക്കുന്നു. നാളെ 2 മണിക്ക് ഒരു ക്ലയൻറ്റ് എന്നെ കാണാൻ വരും, നിനക്ക് മീറ്റിങ്ങിൽ എൻ്റെ കൂടെ പങ്കെടുക്കാമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ഹാപ്പി ആകുന്നുണ്ട്. താൻ ലൈഫിൽ ഒരു വളരെ വലിയ അച്ചീവ്മെന്റ് നേടിയ പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ യാവ് ക്യുവാന്റെ കൂടെ ക്ലയന്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ക്ലയന്റ് അവിടേക്ക് വരുന്നുണ്ട്. ക്ലയന്റ് മറ്റാരുമല്ല, ഒരു ഫേമസ് സെലിബ്രിറ്റി ആയിരുന്നു. ഇവരുടെ ഡ്രാമ ഡെയിലി വൈകിട്ട് യാവ് കാണാറുള്ളതാണ്. സോ ഈ സെലിബ്രിറ്റിയെ കണ്ട് യാവ് ഒരുപാട് എക്സൈറ്റ് ആകുന്നുണ്ട്. തൻ്റെ ഡിവോഴ്സ് കേസ് ക്യുവാനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് സെലിബ്രിറ്റി വന്നിരിക്കുന്നത്. അവർ തൻ്റെ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സെലിബ്രിറ്റി തൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിൽ വറീഡ് മാത്രമല്ല, ഹസ്ബൻഡ് കാരണം ഒരുപാട് ഹർട്ടായിരുന്നു. കാരണം ഇവരുടെ ഫെയിം യൂസ് ചെയ്ത് ഇവരുടെ ഹസ്ബൻഡ് അയാളുടെ ബിസിനസ് സക്സസ് ആക്കാൻ ശ്രമിച്ചു. അയാൾ തന്നെ മിസ്യൂസ് ചെയ്ത പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ എല്ലാ ഹിഡൻ പ്രോപ്പർട്ടീസും വെളിയിൽ കൊണ്ടുവരണമെന്നും അലിമണിയിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഈക്വലി ഡിവൈഡ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇവിടെ യാവു ആവട്ടെ ഫസ്റ്റ് കേസ് കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയായിരുന്നു. തൻ്റെ ബാൽക്കണിയെല്ലാം അവൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവൾ പോയി വാങ്ങിക്കൊണ്ടുവരുന്നതാണ്.
എന്നിട്ട് അവൾ ഇരുന്ന് ആ കേസ് സ്റ്റഡി ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ക്യുവാൻ വന്നെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ഓടി അവൻ്റെ അടുത്ത് വന്ന്, ബോസ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഞാൻ താങ്കളോട് ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ ചോദിക്കുന്നു. ഇപ്പോൾ പറ്റില്ല. ഓഫീസ് അവേഴ്സിലാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യനും ആൻസർ പറയില്ലെന്ന് അവൻ പറയുന്നു. കാരണം ക്യുവാനെ സംബന്ധിച്ച് അവൻ്റെ ഓരോ മിനിറ്റും വാല്യുബിൾ ആണ്. അവൻ്റെ ടൈം വേണമെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. പക്ഷേ ഓഫ് കോഴ്സ് അത് കൊടുക്കാനുള്ള കാശ് ഇപ്പോൾ യാവിൻ്റെ കയ്യിലില്ല. ക്യുവാൻ അവൻ്റെ റൂമിൽ വന്ന് അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. യാവ് ആകട്ടെ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം അവൾ ആ പാട്ടും പാടുന്നു. ഇത് കേൾക്കുമ്പോൾ ക്യുവാന് ഉറക്കം വരുന്നുണ്ട്. അവനൊരു കാര്യം മനസ്സിലാകുന്നു. യാവുൻ്റെ കുക്കിംഗ് ചെയ്യുന്ന സൗണ്ടോ ക്ലീനിങ് സൗണ്ടോ ഒന്നും അല്ല താൻ ഉറങ്ങാൻ കാരണമെന്ന്, ഈ പാട്ടാണെന്ന്. അവൻ വെളിയിൽ വന്ന്, നീ ഈ കുക്കിംഗ് ചെയ്യുന്നതും പാട്ടുപാടുന്നെല്ലാം ഇപ്പോൾ നിർത്തണം. എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് നിനക്ക് കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യാം. കൂടെ ഈ പാട്ടെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നു. കുറച്ച് ടൈം കഴിഞ്ഞ് തൻ്റെ ജോലിയെല്ലാം കഴിയുമ്പോൾ അവൻ വെളിയിൽ വരുന്നു. എന്നിട്ട് അവളോട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. കൂടെ ആ പാട്ടും. അവൾ പാട്ടുപാടി കുക്ക് ചെയ്യുന്നു. ഇത് കേട്ട് അവൻ സുഖമായി ഉറങ്ങുന്നുണ്ട്. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ക്യുവാൻ എണീക്കുന്നു. അതും വിശപ്പ് കാരണം. അവൻ വന്ന് ഫ്രിഡ്ജ് നോക്കുമ്പോൾ യാവ് അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവൻ അതെല്ലാം ചൂടാക്കി കഴിക്കുന്നുണ്ട്. തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ യാവ് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ തന്നെ ഇരുന്നുറങ്ങിപ്പോയത് അവൻ കാണുന്നുണ്ട്. അവളുടെ ഡൗട്ട് ഇതുവരെ മാറിയിട്ടില്ലെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അവൻ അവളോട് ദയ തോന്നുന്നു. അവൻ അവളെ വിളിച്ചെണീപ്പിച്ച ശേഷം തൻ്റെ കൂടെ വെളിയിൽ വരാൻ പറയുന്നു. നിന്നെ ബോധർ ചെയ്യുന്ന നിന്റെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ എന്നോട് ഇപ്പോൾ ചോദിക്കാമെന്ന് അവൻ പറയുമ്പോൾ അവൾ ആ ക്വസ്റ്റ്യൻ അവനോട് ചോദിക്കുന്നുണ്ട്. അവളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം അവൻ ആൻസർ പറയുന്നു. ഇത്രയും വാല്യുബിൾ ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടുമ്പോൾ അവൾ ഓടിപ്പോയി അവളുടെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലീജുൻ ധൈര്യം സംഭരിച്ച് ചെങ്സിയെ കാണാൻ വരുന്നു. കൂടെ അവൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു പപ്പിയെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്വീകരിക്കാൻ ചെങ്സി തയ്യാറല്ലായിരുന്നു. കാരണം കണ്ടിട്ട് എക്സ്പെൻസീവ് പപ്പിയാണെന്ന് തോന്നുന്നു. പക്ഷേ ലീജുൻ അവളോട് കള്ളം പറയുന്നു. ഇത് തൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പിയാണെന്നും അവർ എബ്രോഡിലേക്ക് പോവുകയാണ്. സോ ആരെങ്കിലും ഈ പപ്പി അഡോപ്റ്റ് ചെയ്യാൻ അവർ നോക്കുമായിരുന്നു. അതുകൊണ്ട് ഫ്രീ ആണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അന്ന് രാത്രിയിലത്തെ കാര്യം അവൻ ചോദിക്കാൻ തുടങ്ങുന്നു. താൻ ഡ്രങ്ക് ആയിരുന്നുവെന്നും അന്ന് രാത്രി എന്ത് സംഭവിച്ചെന്നും ചോദിക്കാൻ വരുമ്പോൾ അവന് കോൾ വരുന്നുണ്ട് ക്യുവാൻ്റെ. വളരെ അർജൻറ്റാണെന്നും എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ ക്യുവാൻ അവനോട് പറയുന്നു. അവൻ ഓടി ഓഫീസിലേക്ക് വരുന്നുണ്ട്. ലീജിന് വിചാരിക്കുന്നത് എന്തോ അത്യാവശ്യപ്പെട്ട കാര്യമാണെന്നാണ്. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തനിക്ക് ഉറക്കം വന്നുവെന്നും തനിക്ക് ഉറക്കം വരാനുള്ള കാരണം എന്താണെന്ന് താൻ കണ്ടെത്തിയെന്നും ക്യുവാൻ പറയുന്നു. ക്യുവാൻ തന്നെ ഇന്ററപ്റ്റ് ചെയ്ത് ഇത്രയും ചെറിയ കാര്യം പറയാനെന്ന് അറിയുമ്പോൾ ലീജിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ക്യുവാനെ കാണാൻ യാവോ അവിടേക്ക് വരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ലീജിൻ വെളിയിലേക്ക് വരുന്നുണ്ട്. യാവോ ഓഫീസിൽ വന്ന് തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എല്ലാം അവനോട് പറയുന്നു. ആ സെലിബ്രിറ്റിയുടെ ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എല്ലാം അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം ലീജുൻ വെളിയിൽ നിന്ന് കേൾക്കുന്നു. യാവ് പോയ ശേഷം ലീജുൻ അകത്തേക്ക് വന്ന്, നോക്കൂ, ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ അസിസ്റ്റന്റ് എന്തുമാത്രം യൂസ്ഫുൾ ആണെന്ന് പറയുന്നു. ശരിയാണ്, അവൾ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വേറെ മീനിങ്ങിൽ ക്യുവാനും പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിച്ചത് അവൻ ഉറങ്ങാൻ യാവ് യൂസ്ഫുൾ ആണെന്നാണ്. ഇവിടെ ലീജിൻ ക്യുവാനോട് യാവനെ കാണുമ്പോൾ നിന്റെ പാസ്റ്റിലെ എന്തെങ്കിലും ഷാഡോ ഓർമ്മ വരുന്നോ ചോദിക്കുന്നു. അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. കമ്മിങ് എപ്പിസോഡ്സ് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. എൻ്റെ പാസ്റ്റിനെ കുറിച്ച് നീ അറിയേണ്ട ആവശ്യമില്ല. നീ ചെങ്സിയിൽ ഫോക്കസ് ചെയ്യാൻ ക്യുവാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആ സെലിബ്രിറ്റി വീണ്ടും ക്യുവാനെ കാണാൻ വരുന്നു കൺസൾട്ടേഷന് വേണ്ടി. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോൾ അവളുടെ ഹസ്ബൻഡിന്റെ ബിസിനസ് ക്രിട്ടിക്കൽ മൊമെന്റിലാണ്. ബിസിനസ് ഇപ്പോൾ ലോസ് ആകുകയാണെങ്കിൽ അവൾക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസിന്റെ വാല്യൂവും ലോസ് ആകും. അതല്ല, കുറച്ചു മാസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ ബിസിനസ് അപ്പോൾ ഒരുപാട് സക്സസ് ആയിരിക്കും. ഇവൾക്ക് ഒരുപാട് മണി കിട്ടുകയും ചെയ്യുമെന്ന് ക്യുവാൻ പറയുന്നുണ്ട്. പക്ഷെ ക്യുവാനി പറയുന്ന കേട്ട് സെലിബ്രിറ്റി ഒരുപാട് സാഡ് ആകുന്നു. കാരണം അവളെ സംബന്ധിച്ച് ഇത് മണിയുടെ കാര്യം മാത്രമല്ല, അവളുടെ മനസ്സിന്റെ കാര്യം കൂടിയാണ്. പോകുന്നതിന് മുന്നേ ആ സെലിബ്രിറ്റി യാവിനോട് സംസാരിക്കുന്നു. കാരണം യാവ് ഒരു ഗേളാണ്.
തൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുമെന്ന് ആ സെലിബ്രിറ്റിക്ക് അറിയാമായിരുന്നു. അതുമാത്രമല്ല, താൻ പറയുന്ന കാര്യങ്ങളെല്ലാം യാവു സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുമെന്നും അവർക്കറിയാമായിരുന്നു. തൻ്റെ ഹസ്ബൻഡിനെ ഒരു പാർട്ടിയിൽ വെച്ചാണ് താൻ മീറ്റ് ചെയ്തതെന്നും ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി. എൻ്റെ കരിയറിനെ കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ മാരി ചെയ്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു മീൻ പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന് എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. സ്നേഹമുണ്ടായിരുന്നത് എൻ്റെ ഫാമിലിയോട് മാത്രമായിരുന്നു. എന്നെ മാരി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഒരുപാട് ഉയരങ്ങളിലെത്തി. കാരണം അദ്ദേഹത്തിന് ഫ്രീ പബ്ലിസിറ്റി കിട്ടി. എന്നെപ്പോലുള്ളൊരു ടോപ്പ് സ്റ്റാർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നല്ലോ. സോ എന്തായാലും ബിസിനസ് ഉയരങ്ങളിലെത്തും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഹിഡൻ മോട്ടീവ്സിനെ കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് തിരിച്ചറിഞ്ഞതെന്നും അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ യാവുവിന് അവളുടെ സിസ്റ്ററിനെ ഓർമ്മ വരുന്നു. കാരണം അവളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യാവു കുറേ നേരം സാഡായിരിക്കുന്നുണ്ട്. എന്നിട്ട് ചെൻസിയെ കോൾ ചെയ്യുന്നു. ഈ വീക്കെൻഡിൽ നമുക്ക് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകാമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വെളിയിൽ വരുന്നു. യാവു അവിടെ ഇരിക്കുന്ന കണ്ട്, നീ ഇത്രയും ഓവർ വർക്ക് ചെയ്യാൻ പാടില്ല. നിന്റെ വർക്ക് ടൈമും റെസ്റ്റ് ടൈമും എല്ലാം നീ ബാലൻസ് ചെയ്യണം. നീയും വീട്ടിലേക്ക് പോകാൻ പറയുന്നു. ഇത് കേട്ട് യാവു തന്റെ ജോലിയെല്ലാം നിർത്തിയ ശേഷം ക്യുവാന്റെ പിറകെ പോകാൻ തുടങ്ങുന്നു. ഇവരെ ഇങ്ങനെ കാണുമ്പോൾ ഒരു എംപ്ലോയിക്ക് ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ ഒരു എംപ്ലോയിയെ കുറിച്ചും ക്യുവാൻ ഇത്രയും വറി ചെയ്തിട്ടില്ല. സത്യത്തിൽ ക്യുവാനാകട്ടെ നേരത്തെ ഉറങ്ങണം. അതുകൊണ്ടാണ് യാവുനെ വിളിച്ചുകൊണ്ട് പോയത്. വീട്ടിലെത്തിയ ഉടനെ തനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ അവൻ പറയുന്നുണ്ട്. അവൻ അവൾക്കൊരു ഓഫർ കൊടുക്കുന്നു. ഓരോ മീലിന് പകരമായിട്ട് നിനക്ക് നിന്റെ 2 സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാമെന്ന്. ഇത് കേട്ട് അവൾ ഹാപ്പി ആകുന്നുണ്ട്. അവളുടെ കോൺട്രാക്റ്റിൽ ഒരു പുതിയ ക്ലോസ് കൂടി അവൻ ആഡ് ചെയ്യുന്നു. 250th റൂള്. നീ എപ്പോൾ കുക്ക് ചെയ്താലും പാട്ട് പാടണമെന്ന്. ഈ വിയേഡ് റൂളിൻ്റെ കാരണം എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് ഷടപ്പ് പറയുന്നു.